എടേ നമ്മള് ഇങ്ങനെ നടന്നാ പോരാ. നമ്മളെല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പോസിറ്റീവ് മാത്രം മതി നമ്മളെ ലൈഫിൽ. പരനെ കുത്തി ഓടിയാളെ ഡ്രോൺ പറന്ന് പിടിച്ചു. എന്തോന്നടേ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കും, നീ ഇങ്ങനെ പറയരുത്. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതല് മിതമായ ഭക്ഷണം, പിന്നെ മിതമായ രീതിയിൽ എക്സസൈസ്, ഉറക്കം, ഇതായിരിക്കണം നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണിക്ക് കിടക്കും, കയ്യിൽ ഫോൺ എടുത്ത് ഇൻസ്റ്റ അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 മണിയാവാതെ ഒരു രക്ഷയില്ല. പിന്നെ കട്ടിൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നതല്ല. നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കാളൂ. അത് പറഞ്ഞപ്പോഴാണേ, ഞാൻ എന്തെല്ലാം റീലുണ്ട്, ഒരാൾ ഇയർഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചെന്ന്. അതുകൊണ്ട് പിന്നെ നിന്നെയാണ് ഓർമ്മ വന്നത്. പോസിറ്റിവിറ്റി, നമ്മളിനി പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റിവിറ്റി മാത്രം. നിനക്ക് നിന്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടോ, നീ അതൊക്കെ ഒന്ന് ആദ്യം ഓവർകം ചെയ്തെടുക്കും. ഈ ആളുകളെ കാണുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നെർവസ് ആവും. നീ ഞരമ്പാണോ എന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളൂ. ആണുങ്ങളെ കാണുമ്പോഴല്ലേ നീ നെർവസ് ആകുന്നത്? നീ കുറച്ച് മുന്നേ എന്തോന്നാണ് പറഞ്ഞത് നിന്റെ അടുത്ത്? നമ്മൾ സീരിയസ് ആവും, നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഒരുപാട് ഇറങ്ങേറുകൾ പറയുന്നത് എന്തിനാണ്? എനിക്ക് നമ്മള് തമ്മിലുള്ള കമ്പനി വിട്ടാ ചിലപ്പോ പോസിറ്റീവ് ആവും കാര്യങ്ങൾ. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബ്ലഡ് മാത്രമേ ഉള്ളൂ എൻ്റെ ഇതിൽ പോസിറ്റീവ്, എനിക്ക് അതും ഇല്ല. നെഗറ്റീവാ? നെഗറ്റീവ് ആ വൈപ്പ് ഉണ്ട് കേട്ടാ. കാലാട്ടി കൂടാ, പോസിറ്റീവ് അല്ലത്, അച്ഛനും അമ്മയും ദോഷമാണ്. അല്ല പാമ്പങ്ങനെ കണക്കട്ടെ പോണേ പോസിറ്റീവ്. അയ്യപ്പ